ഹായ് ഫ്രണ്ട്സ്, മലബാർ വീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രെയിൻ യാത്രയാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഞങ്ങൾ കോഴിക്കോട് നിന്നും അജ്മീർ വരെ പോയ ഒരു ട്രെയിൻ യാത്രയാണ് നിങ്ങളുടെ മുന്നിൽ വിവരിക്കുന്നത്. അജ്മീറിലേക്കുള്ള ട്രെയിൻ മരുസാഗർ എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമുള്ള 12-9-77 എന്നുള്ള മരുസാഗർ എക്സ്പ്രസ് ആണ് അജ്മീറിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ. മറ്റു ട്രെയിനുകളും വിവിധ സ്റ്റേഷനുകളിൽ ഇറങ്ങി മാറി മാറി കയറി പോകാൻ ട്രെയിനുകൾ ഉണ്ടെങ്കിലും ഏറെ അജ്മീറിലേക്കുള്ള തീർത്ഥാടകർ പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു ട്രെയിനാണ് മരുസാഗർ എക്സ്പ്രസ്. രാത്രി 12:15 ഞങ്ങൾ കോഴിക്കോട്ട് നിന്നും മരുസാഗർ എക്സ്പ്രസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. രാത്രി ആയതുകൊണ്ട് അന്നേ ദിവസത്തെ പ്രത്യേകം ഒന്നും കാണിക്കാനില്ല. എല്ലാവരും സ്ലീപ്പർ ടിക്കറ്റിലായതുകൊണ്ടും എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ടും ഞങ്ങളെല്ലാവരും കൂടി ഉറങ്ങാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട നൗഷാദുട്ടി, അതുപോലെ തന്നെ ഷുക്കൂർ തുടങ്ങിയ എൻ്റെ സുഹൃത്തുക്കളും ഞാനും അടങ്ങുന്ന ഒരു സംഘമാണ് അജ്മീറിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം പരപരാ നേരം വെളുക്കുന്ന സമയം സൂര്യൻ്റെ അരുണോദയ കിരണങ്ങൾ കിഴക്ക് നിന്ന് ഉദിച്ച് വരുന്നതേയുള്ളൂ. നിറയെ ഹിമകണങ്ങൾ പാടങ്ങളിൽ നിറയെ വന്നിട്ടുണ്ട്. വാഹനം വളരെ സ്ലോവിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൊട്ടടുത്ത് ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്താൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ രാവിലെ ആദ്യം കാണാൻ പോകുന്ന സ്റ്റേഷൻ ഏതാണെന്ന് പറയുമ്പോൾ അത് കുന്താപ്പൂർ സ്റ്റേഷനാണ്. കർണാടക സംസ്ഥാനത്തെ ഒരു സ്റ്റേഷനാണ് കുന്താപുരം സ്റ്റേഷൻ എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെ കുന്താപുരം സ്റ്റേഷനിൽ ഏതാനും നിമിഷങ്ങൾ വാഹനം അഥവാ നമ്മുടെ തീവണ്ടി നിർത്തിയതിനു ശേഷം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരും നേരത്തെ ഉറങ്ങിയ എല്ലാവരും നൗഷാദുട്ടിയും നമ്മുടെ ഷുക്കൂറും ഫാസിലും ഒക്കെ എണീറ്റിട്ടുണ്ട്. അവരൊക്കെ നല്ല ഫ്രഷായി അടുത്ത് സ്റ്റേഷനിലെത്തിയത് മൂകാംബിക റോഡാണ്. മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരൊക്കെ ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങാറുള്ളതെന്ന് സഹയാത്രികയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് തന്നെ നിരവധി ടണലുകൾക്കുള്ളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത്. പകലായതുകൊണ്ട് തന്നെ ഈ ടണലിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായ ഇരുട്ടാണ്. അങ്ങനെ ഒരു ടണൽ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഏതാ സ്റ്റേഷൻ എന്നുള്ളത് പേര് വ്യക്തമായി ഇങ്ങനെ കണ്ടുവരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത് ബഡ്ക്കൽ സ്റ്റേഷനാണെന്ന് ബോർഡ് നോക്കി മനസ്സിലാക്കാൻ സാധിച്ചു. അല്പസമയം ഈ സ്റ്റേഷനിൽ വാഹനം നിർത്തി തുടർന്നും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. കൂടുതൽ സമയം വണ്ടി സ്റ്റേഷനിൽ നിർത്തിയിട്ടത് കൊണ്ട് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു സെൽഫിക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ഷുക്കൂറാണ് സെൽഫി എടുക്കുന്നത്. ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. നല്ല കട്ടിപ്പത്തിരിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ചായ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് വാങ്ങി എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ സന്തോഷത്തോടെ കഴിച്ചു. വീണ്ടും തുരങ്കം കടന്നു വന്നു. ഞങ്ങളുടെ കൂടെയുള്ള യാത്രക്കാരനായ അലിമോങ്കാക്കൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവർ നമ്മളെ ഇതിലല്ലായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫാസിലും ഷുക്കൂറും ഒക്കെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഷുക്കൂർ കടപ്പുറത്ത് തെരണ്ടി വലിച്ചിട്ട പോലെയാണ് ഉറങ്ങുന്നത്. വളരെ സ്പീഡ് തന്നെ, വളരെ നല്ല വേഗതയിലാണ്. അധികം സ്റ്റോപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗതയിലാണ് നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മലനിരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഏതാണ് സ്റ്റേഷൻ ഏതാണ് പ്രദേശമൊന്നും നമുക്കറിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ അജ്മീറിലേക്ക് യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല സ്റ്റേഷനുകളും സ്ഥലങ്ങളും ഒന്നും നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അപ്പോൾ സ്റ്റേഷൻ ഇതാ പല തരത്തിലുള്ള മലകളും കാടുകളും ഒക്കെ താണ്ടി ട്രെയിൻ കടന്നു പോവുകയാണ്. പല സ്റ്റേഷനുകളും കടന്നു പോവുകയാണ്. നിരവധി കാർഷിക മേഖലകളും പാടങ്ങളും മൈതാനങ്ങളും എല്ലാം തന്നെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും തുരങ്കങ്ങൾ കടന്നു വരികയാണ്. കിലോമീറ്ററുകളോളം ദൂരമുള്ള തുരങ്കങ്ങളാണ് കടന്നു വരുന്നത്. ഈ തുരങ്കത്തിലൊക്കെ ഭയങ്കര ഇരുട്ടാണ്. വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഓരോ ബൾബുകൾ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് പോയിട്ടുണ്ട്. പിന്നെ ചില ഭാഗത്ത് വലിയ ഒരു പൊത്തുകളൊക്കെ കാണുന്നുണ്ട്. അത് ഇതിൽ ആളുകളൊക്കെ കയറി വരുന്ന ആവശ്യത്തിന് കയറി വന്നാൽ തീവണ്ടി വരുമ്പോൾ മാറി നിൽക്കാനൊക്കെ ആയിരിക്കും. എത്രയോ ദൂരങ്ങൾ, പക്ഷേ ദൂരങ്ങൾ
വളരെ മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് വാഹനം അതിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ എത്രയോ കിലോമീറ്ററുകളോളമുള്ള തുരങ്കമാണെന്നാണ് അറിയാൻ സാധിച്ചത്. നല്ല ഇരുട്ടായിരിക്കും വണ്ടീൻ്റെ ഉള്ളിലൊക്കെ. പക്ഷെ വണ്ടീൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായത് കൊണ്ട് നമുക്ക് വല്ലാതെ അത് നമുക്ക് ഉള്ളിൽ നോക്കിയാൽ തോന്നൂല. പക്ഷെ പുറത്ത് നല്ല ഇരുട്ടായിരിക്കും. പോരാത്തതിന് ഭയങ്കര ശബ്ദം. സാധാരണ ട്രെയിന് പോകുന്നതിനേക്കാളും ഭയങ്കര കാതടുപ്പിക്കുന്ന, കാതിൻ്റെ കേൾവി ശക്തി പോലും പോകുമെന്ന് കരുതുന്ന രീതിയിലുള്ള ശബ്ദമായിരിക്കും ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ട്രെയിന് കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുക. സാധാരണ നമ്മൾ അതിൻ്റെ ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് നമുക്കത് വല്ലാതെ ഫീൽ ചെയ്യൂല. എന്നാലും മറ്റു ബോഗിയിലെ ആളുകളൊന്നും ഈ ഗ്ലാസ് അടിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പം എന്നാലും വലിയൊരു ശബ്ദം തന്നെ ആയിരിക്കും. നല്ലൊരു പുതിയൊരു അനുഭൂതിയാണ്. വാഹനം ഇങ്ങനെ തുരങ്കത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ നീളമുള്ള തുരങ്കം കഴിഞ്ഞു തുടങ്ങി. വളരെ സ്പീഡിൽ തന്നെ വണ്ടി കടന്നു വരികയാണ്. അപ്പം ഇനി തൊട്ടടുത്ത സ്റ്റേഷൻ ഏതാണെന്നാവോ, ആ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ് കാർവാർ സ്റ്റേഷൻ. ഇത് നദി ഏതാണെന്ന് അറിയില്ല. ഈ നദിയുടെ മുകളിലൂടെ പാലത്തിലൂടെ ഒക്കെ വണ്ടി പോകുന്നത് വളരെ സ്പീഡിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഭാരതപ്പുഴയുടെ മുകളിലൂടെ ഒക്കെ വണ്ടി പോകുമ്പോൾ വളരെ സ്പീഡ് കുറച്ച് വളരെ സാവധാനം പോകുന്ന ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഉറപ്പും ശക്തിയൊക്കെ ഉള്ള പാലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇത്ര എളുപ്പത്തിൽ വണ്ടി ഇതിലൂടെ പോകുന്നത്. ഏതായാലും വലിയൊരു നദിയാണ്. നദിയുടെ പേരറിയുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറേ നേരമായി ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ ചില തമാശകളും പാട്ടുകൾക്കുമായിട്ട് നമ്മുടെ ട്രെയിൻ യാത്ര വളരെ ആനന്ദകരമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും പാട്ടും ബൈത്തും ഒക്കെ പാടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷൻ്റെ പേര് ആടുവള്ളി സ്റ്റേഷൻ എന്നാണ്. ഇത് ഏത് സംസ്ഥാനത്താണോ എന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സ്റ്റേഷൻ എന്തെങ്കിലും പ്രത്യേകത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. നല്ല ഉച്ച സമയമായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറുണ്ടായിരുന്നു, ലെമൺ റൈസും നല്ല മീൻ വറുത്തതും നല്ല മോരുകറിയുമായിട്ട് ഞങ്ങളെല്ലാവരും നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി മീൻ വറുത്തതുണ്ട്, ലെമൺ റൈസ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും നല്ലൊരു ക്ഷീണം. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെർത്തൊക്കെ വലിച്ച് ശരിയാക്കി ഓരോരുത്തരും ഉറങ്ങാൻ തുടങ്ങി. ഫാസിൽ, നൗഷാദുട്ടി, ഷുക്കൂർ അവരൊക്കെ ഉഷാറായിട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും ഏതൊക്കെ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മുടെ വണ്ടി കടന്നു പോവുകയാണ്. ഏത് കാടാണ്, ഏത് പ്രദേശമാണെന്ന് നമുക്ക് യാതൊരു പിടുത്തമില്ല കേട്ടോ. ആദ്യമായിട്ട് പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ, ഈ പോകുന്ന റൂട്ട് ഏതാണെന്ന് അറിയുമെങ്കിൽ സമയമാകുമ്പോൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും തുരങ്കപാതയിലൂടെ നമ്മുടെ ട്രെയിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തുരങ്കങ്ങൾ കടന്നിട്ടാണ് നമ്മൾ അജ്മീറിലേക്ക് എത്തുന്നത്. കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തുരങ്കങ്ങളിലൂടെയാണ്. നമ്മൾ എത്ര തുരങ്കമുണ്ടെന്നുള്ളത് കറക്റ്റ് എണ്ണിയിട്ടൊന്നുമില്ല. തുരങ്കപാത ഇങ്ങനെ കടന്നു വരികയാണ്. ഭീമാകാരമായ ശബ്ദത്തോടു കൂടി ഇരുട്ട് നിറഞ്ഞ തുരങ്കപാതയിലൂടെ അജ്മീർ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തുരങ്കത്തിൽ നിന്ന് ട്രെയിന് പുറത്തേക്ക് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ആ തുരങ്കത്തിൽ നിന്ന് പ്രത്യേകം ഇങ്ങനെ ട്രെയിൻ ഉണ്ടായി ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നൊക്കെ തോന്നും. നല്ല രസമാണ്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് തന്നെ അത് പ്രത്യേകം അനുഭവിക്കണം. അങ്ങനെ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാവധാനം രാത്രിയായി. രാത്രിക്കത്തെ ഭക്ഷണം ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തു. കൊടുന്ന ഭക്ഷണം നമുക്ക് കഴിഞ്ഞിരുന്നു. നല്ല ചോറും ചപ്പാത്തിയും
ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നൗഷാദും ഫാസിൽ നല്ല ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അടുത്ത സ്റ്റേഷനിലേക്ക് വണ്ടി കടന്നിങ്ങനെ വരികയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ അജ്മീർ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് വാസായി റോഡ്. ഈ വാസായി റോഡ് സ്റ്റേഷനിലാണ് ഒരുപാട് ആളുകൾ ഇറങ്ങുകയും ഒരുപാട് ആളുകൾ കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം നേരം വെളുത്തു വരികയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന ചെറുതായിട്ട് വെളിച്ചം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുള്ളിൽ മറ്റുള്ളവരൊക്കെ ഏകദേശം എണീറ്റ് തുടങ്ങി. പ്രഭാത കൃത്യങ്ങളിലേക്ക് ഓരോരുത്തരും കടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുള്ളിലേക്ക് പ്രകാശം കടന്നു വരുന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം രാവിലെ ആദ്യം കാണുന്ന സ്റ്റേഷനാണിത്. പെട്ടെന്നായതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും സ്റ്റേഷൻ്റെ പേരൊന്നും പ്രത്യേകം നോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ സ്റ്റേഷൻ കാണുന്നവർ ഈ സ്റ്റേഷൻ്റെ പേര് ഏതാണെന്ന് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ സ്റ്റേഷൻ്റെ പേര് രേഖപ്പെടുത്തുക. രാവിലെ എണീറ്റിരുന്ന് പലതരത്തിലുള്ള കുശലാന്വേഷണവുമായി ട്രെയിനിൽ ഞങ്ങൾ യാത്ര ഇങ്ങനെ ആരംഭിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ബോഗിയിലുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെയുള്ള യാത്രക്കാരൻ അലിമോഗാക്കൊക്കെ ഞങ്ങളെ അടുത്തേക്ക് നേരം എടുത്തതോടുകൂടി ട്രെയിൻ വീണ്ടും സജീവമായി തുടങ്ങി. ചായ കാപ്പി പലതരത്തിലുള്ള കച്ചവടക്കാരൊക്കെ ട്രെയിനിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ വിവിധ ഗ്രാമീണ അന്തരീക്ഷങ്ങൾ, ഗ്രാമീണ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് വീണ്ടും അജ്മീർ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതിക്കുകയാണ്. ഇത് രാജസ്ഥാനിലൂടെയാണ് കടന്നു പോകുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ ട്രെയിൻ കടന്നു പോകുന്നത്. സുന്ദരമായ ഗ്രാമീണ കാഴ്ചകളും വിവിധ തരത്തിലുള്ള കൃഷികളും ഇതിൽ കാണാം. കൂടെ ഇത്തരത്തിലുള്ള കലാകാരന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അജ്മീറിലേക്ക് എത്താനായി കഴിഞ്ഞാൽ ഹാജാത്തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അറവിനെയുമായിട്ട് ഓരോ ആളുകൾ അവരുടേതായ ജീവിത മാർഗങ്ങൾ തേടിക്കൊണ്ട് ട്രെയിനിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അജ്മീർക്കുള്ള യാത്രയിൽ മരുസാഗർ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ നിർത്തിയിരുന്ന സവായി മധുപൂർ എന്നുള്ള സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സ്റ്റേഷനാണ് സവായി മധുപൂർ. ഒരുപാട് ആളുകൾ ട്രെയിന് പ്രതീക്ഷിച്ച് വരുന്നുണ്ട്. ഇതൊരു ജംഗ്ഷനും കൂടിയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തത് ജയ്പൂർ ജംഗ്ഷനാണ്. ജയ്പൂർ ജംഗ്ഷനിൽ നിന്നാണ് വീണ്ടും നമ്മൾ അജ്മീറിലേക്ക് തിരിയുക. ഇത് നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഈ സവായി മധുപൂർ സ്റ്റേഷനിൽ നിന്നാണ് ഫ്രണ്ടിൽ നിന്ന് മാറ്റി ബാക്കിലോട്ട് മാറ്റുന്നത്. ഇവിടെ ജയ്പൂരിലേക്കുള്ള ജംഗ്ഷൻ നമ്മുടെ പാളം വരുന്നത് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ലോക്കോയാണ്. ജയ്പൂർ ജംഗ്ഷനിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ജയ്പൂർ ജംഗ്ഷനിലേക്ക് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പാളമായിട്ടാണ് കാണുന്നത്. തിരിച്ചിങ്ങോട്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് ഒരു വണ്ടി ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരിക്കും നമ്മുടെ പാളം തെന്നി മാറിക്കൊണ്ട് മറ്റൊരു ജംഗ്ഷനിൽ നിന്ന് മാറുന്നത് നമുക്കിപ്പോൾ നേരിട്ട് ശരിക്കും കാണാൻ സാധിക്കും. നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് ഇങ്ങനെ അജ്മീറിലേക്ക് കുതിക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു. ഒരു പാളയത്തിൽ നിന്ന് മറ്റൊരു പാളത്തിലേക്ക് വാഹനം കയറിയിട്ടുണ്ട്. അപ്പോൾ ജംഗ്ഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സവായ് മധുപൂരിലേക്ക് എത്തിയ റെയിൽ പാളമാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ കാണുന്നത്. നമ്മളിങ്ങോട്ട് പിന്നെ ജയ്പൂർ ജംഗ്ഷനിലേക്കുള്ള പാളത്തിലേക്ക് കയറി സവായ് മധുപൂർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ വണ്ടി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് തരത്തിലുള്ള കൃഷികളാണ് എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നറിയിക്കുകയാണ്. പേരക്ക നിരവധി വ്യാപകമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിത്തോട്ടങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സവായ് മധുപൂർ സ്റ്റേഷനിൽ നിന്ന് നല്ല ഫ്രഷ് പേരക്ക വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ച് നല്ല മധുരമുള്ള നല്ല ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പേരക്ക. ഇത് കണ്ടോ, ഇത് ഈ കാണുന്നതൊക്കെ നിറയെ പേരക്ക കൃഷിത്തോട്ടങ്ങളാണ്. അതിനിടയിൽ ഗോതമ്പ് കൃഷിയും കടുക് കൃഷിയും ഒക്കെ നമുക്ക് നിരവധി കാണാൻ സാധിക്കും. തീർത്തും നല്ല ഒരു ഗ്രാമീണ ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ചുണ്ണാമ്പ് മലയാണെന്ന് തോന്നുന്നു. വെള്ള പാറക്കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അതിനിടയിൽ വ്യാപകമായിട്ട് വലിയ കൃഷി ഇടങ്ങളൊക്കെ കാണുന്നുണ്ട്. ദുർഗാപുര സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി മഹാരാജ എക്സ്പ്രസ് ആണ്. അങ്ങനെ നല്ല ഉച്ച സമയമായിരുന്നു. രണ്ടാമത്തെ ദിവസം രാവിലെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഉച്ചക്ക് നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞാനും ഷുക്കൂറും നല്ല ചോറും വെജ് കറിയും ഓർഡർ ചെയ്തു. നൗഷാദുട്ടിയും ഫാസിലും നല്ല എഗ്ഗ് ബിരിയാണി ഓർഡർ ചെയ്തു. സുലഭമായിട്ട് നല്ല റെയിൽവേയിലെ പാൻട്രി നൽകുന്ന അടിപൊളി ഭക്ഷണം ഞങ്ങൾ നല്ല സുഭിക്ഷമായി കഴിച്ചു. വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പുതിയൊരു സ്റ്റേഷനിലേക്ക് എത്താൻ പോവുകയാണ്. സ്റ്റേഷനല്ല, ജംഗ്ഷനാണ്. ജയ്പൂർ ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ സ്ലോവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജയ്പൂർ ജംഗ്ഷനിൽ ഒരുപാട് ആളുകൾ ഇറങ്ങാനുണ്ട്. ജയ്പൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രെയിന് കാലിയാകും. പിന്നെ ട്രെയിനിൽ ആകെ ഉണ്ടാകുക അജ്മീറിലേക്കുള്ള തീർത്ഥാടകർ മാത്രമാണ്. അപ്പോൾ ഒരു B.Ed കോളേജിലെ വിദ്യാർത്ഥികൾ നിരവധി അവരുടെ ടൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ട്രെയിനിലുണ്ടായിരുന്നു. അവരൊക്കെ ഈ ജയ്പൂർ ജംഗ്ഷനിൽ ഇറങ്ങും. ഇപ്പോൾ അവർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിന് ഫുള്ള് കാലിയാവാൻ പോകണം. ഇതാണ് നമ്മുടെ ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. രാജസ്ഥാനിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. നിരവധി ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നിരവധി കാഴ്ചകൾ കാണാൻ രാജസ്ഥാനിലെ പല മേളകളിലും പങ്കെടുക്കാൻ ആളുകളൊക്കെ വന്നിറങ്ങൽ ഈ ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ജയ്പൂർ ജംഗ്ഷനിൽ നമ്മുടെ വണ്ടി സാവധാനം സന്ധ്യപ്രകാശം അജ്മീറിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വണ്ടിയാണെന്നുള്ളത് തിരിഞ്ഞിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമ്മുടെ അമൃത്സാഗർ എക്സ്പ്രസ് അജ്മീർ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്പൂർ ജംഗ്ഷനിൽ ഒട്ടുമിക്ക യാത്രക്കാരും ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഒരു സീസൺ അല്ലാത്തത് കൊണ്ടും നമ്മുടെ ട്രെയിൻ മൊത്തം കാലിയായി. ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിലൊന്നും ആരില്ലാതായി. ഞങ്ങളുടെ ഭാഗത്ത് മാത്രം 4-5 ആളുകളുള്ളൂ. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മൾ എത്തിച്ചേരേണ്ട അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത്
അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് അജ്മീർ സ്റ്റേഷൻ്റെ കവാടം മുൻവശം. ഞങ്ങൾ അജ്മീറിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബാക്കിയുള്ള അജ്മീർ വിശേഷങ്ങളും തിരിച്ചുള്ള മടക്കയാത്രയൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പലതരം പോരായ്മകളും വീഡിയോയിലുണ്ടാകും. ആദ്യമായിട്ടാണ് അജ്മീറിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോഴിക്കോട് നിന്ന് അജ്മീറിലേക്കുള്ള ടിക്കറ്റ് ചാർജ് സ്ലീപ്പറിന് 910 രൂപയാണ്. എന്നാൽ ഞങ്ങൾക്കിത് 2 പേർക്ക് ആകെ 530 രൂപയായിട്ടുള്ളൂ. മൊത്തം കൺവെയൻസ് അലവൻസ് അടക്കം 542 രൂപ. അപ്പോൾ ഇത് എങ്ങനെ ആയത് എന്നുള്ളത്, ഇത് ഒരു പ്രത്യേക ഒരു കൺസ്ട്രക്ഷനാണ്. അതെങ്ങനെ ആയത് എന്നുള്ളത്, എങ്ങനെ ആ കൺസ്ട്രക്ഷൻ കിട്ടി എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിവരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെന്താ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.